ഞാൻ സിയാസ് കരീമിൻ്റെ കിതാബ് പഠിച്ചിട്ടില്ല. പഠിച്ചിരുന്നെങ്കിൽ ഖുർആൻ എന്ത് പറയുന്നു എന്ന് പറഞ്ഞ് എനിക്കും പലതും സമർത്ഥിക്കാമായിരുന്നു. ആര്? മുസ്ലിമായി ജനിച്ചു വളർന്ന് ഖുർആൻ പഠിച്ചപ്പോൾ തോന്നിയ പോലെ തേവിടിശിയായി നടക്കാൻ ഈ മതം അനുവദിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരുത്തൻ്റെ കൂടെ കിടക്കാൻ വേണ്ടി മതം വലിച്ചെറിഞ്ഞ അവൾക്കിപ്പോൾ ഖുർആൻ എന്താണ് പറയുന്നതെന്ന് അറിയത്തില്ല. സിയാസ് കരീം എൻ്റെ കിതാബിൽ പന്നിമാംസം കഴിക്കൽ അനുവദനീയമല്ല എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അവനിപ്പോൾ നടത്തി ഈ വെടിവഴിപാടും ഇസ്ലാമിൽ അനുവദനീയമല്ല. പന്നി കഴിക്കൽ അവൻ്റെ ആവശ്യമല്ലായിരുന്നു, പക്ഷേ ഇത് അവൻ്റെ ആവശ്യമായി പോയി. അപ്പോൾ ചേച്ചിയെ പോലെ അവനും കിതാബ് അങ്ങോട്ട് മാറ്റി വെച്ച്, അത്രേ ഉള്ളൂ. ഇവിടെ പ്രശ്നം കിതാബിനല്ല. ചാച്ചി ഇപ്പോൾ ചാണകത്തിൽ ചവിട്ടിയിട്ടുണ്ട്. BJPയിൽ അംഗത്വം എടുത്താൽ പിന്നെ മുസ്ലിങ്ങളെ കണ്ടുകൂടല്ലോ, അതാണ്. ചാച്ചി കുറച്ചു മുമ്പ് മോദിജി എനിക്ക് അച്ഛനെ പോലെയാണെന്ന് പറഞ്ഞത് ചാച്ചിയുടെ അമ്മയുടെ കൂടെ മോദിജി കിടന്നിട്ടല്ലല്ലോ. രാഹുൽ മാങ്കൂട്ടം വിത്തുകാളെ പോലെ നടന്ന് പീഡിപ്പിച്ചപ്പോൾ അത് ഭഗവത്ഗീത പഠിച്ചത് കൊണ്ടാണെന്നും പറഞ്ഞ് ചേച്ചിയെ കണ്ടില്ലല്ലോ. പാസ്റ്റർ പീഡിപ്പിച്ചപ്പോൾ അത് ബൈബിൾ പഠിച്ചത് കൊണ്ടാണെന്ന പ്രസ്താവനയും കണ്ടില്ല. മുസ്ലിം നാമധാരികൾ പീഡിപ്പിച്ച വാർത്ത വരുമ്പോൾ മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ പാകിസ്ഥാനിലേക്കുള്ള ടിക്കറ്റുമായി സംഘികൾ ചാടി വീഴുന്നത് BJP എന്ന് പറയുന്ന വൃത്തികെട്ട പാർട്ടിയുടെ അടിസ്ഥാന അജണ്ട മുസ്ലിം വിരോധമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഷാഗയിൽ നടക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് വല്ല ധാരണയും ചേച്ചിക്കൊണ്ടോ? അങ്ങനെയൊന്നും ചേച്ചി കേൾക്കാൻ വഴിയില്ല. അതായത് ചേച്ചി, മനുഷ്യന് ഭക്ഷണവും വെള്ളവും വസ്ത്രവും പോലെ അത്യാവശ്യമായ ഒരു ഘടകമാണ് ലൈംഗികത. ചാച്ചിയെപ്പോലുള്ള തേവിടിശികൾ മുന്നും പിന്നും കുലുക്കി നടന്ന് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കിടന്നു കൊടുക്കുമ്പോൾ ആമ്പിള്ളേർ കയറി മേയുക എന്നുള്ളത് സർവ്വസാധാരണമായ സ്വാഭാവിക പ്രക്രിയയാണ്. സിയാസ് കരീമും രാഹുൽ മാങ്കൂട്ടവും ചെയ്തത് തെമ്മാടിത്തരം തന്നെയാണെങ്കിലും അതിനൊന്നും പീഡനം എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കിടന്നു കൊടുക്കാൻ പെമ്പിള്ളേരുള്ളപ്പോൾ ഒരു കിതാബിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ കിതാബുള്ളവനും കിതാബില്ലാത്തവനൊക്കെ ഉണ്ടാവും. സംഗീത ചേച്ചി ഈ വാർത്ത കണ്ടായിരുന്നോ? ഇത് 2 മില്യൻ്റെ മേലെ ആളുകൾ കണ്ട വാർത്തയാണ്. ഇനി ഈ വാർത്തയുടെ ചാനലിൽ കയറിയിട്ട് അവരുടെ ടോട്ടൽ വാർത്തയുടെ വ്യൂസ് ഒന്ന് നോക്കാം. എന്താ പാട്? 1000, 10,000, 1,00,000 വ്യൂസുള്ള ഒരു വാർത്ത പോലും ഇതിലില്ല. ഈ വാർത്തക്ക് എന്താണ് പ്രത്യേകത? ഒരു നിസ്സാര കൈക്കൂലി കേസ്. അത് മില്യൺ കണക്കിന് ആളുകൾ കാണാൻ എന്താണ് കാരണം? ആ ചേച്ചിയുടെ കക്ഷം കാണുന്നുണ്ട്, അതന്നെ. ഇത് ഒരു നയനസുഖം. ഇതിനിപ്പോൾ ഏത് കിതാബിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആളുകളെ കുറ്റം പറയും? ചേച്ചി പറ. അപ്പോൾ കാണിച്ചു കൊടുക്കാനും കിടന്നു കൊടുക്കാനും ചേച്ചിയെപ്പോലുള്ള പെൺവർഗം ഉള്ളിടത്തോളം കാലം പീഡനങ്ങൾ ഉണ്ടാവും. ഈ പീഡനത്തിന്റെ കാര്യത്തിലേ നമ്മളെ മരിച്ചുപോയ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, പെണ്ണില്ലോടത്ത് പീഡനം ഉണ്ടാവും. അതൊക്കെ കൂടി മുസ്ലിങ്ങളെ അക്കൗണ്ട് കെട്ടിവെക്കണ്ട. BJPയുടെ മുസ്ലിം വിരോധവും ഹിന്ദുരാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള വ്യഗ്രതയും മലയാളികൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി ഖുർആൻ സ്ത്രീ വിഷയത്തിൽ എന്താണ് പറയുന്നതെന്ന് ചേച്ചിക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സ്ത്രീ അവളുടെ ശരീര സൗന്ദര്യം ഭർത്താവിൻ്റെ മുമ്പിൽ മാത്രമേ പ്രദർശിപ്പിക്കാൻ പാടുള്ളൂ. സുഗന്ധം പൂശി ലിപ്റ്റിക് ഇട്ട് ഒരാണിനെ മോഹിപ്പിക്കുന്ന രീതിയിൽ ഒരു പെണ്ണ് പുറത്തിറങ്ങാൻ പാടില്ല. ശരീരത്തിന്റെ വടിവ് കാണുന്ന വസ്ത്രങ്ങൾ സ്ത്രീ ധരിക്കാൻ പാടില്ല. എത്രത്തോളം പെണ്ണ് പെണ്ണായിരിക്കണമെന്ന് എങ്ങനെയെന്ന് പഠിപ്പിച്ച ഫാത്തിമത്തു സൂറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ പറയുന്നുണ്ട്, എൻ്റെ മൃതശരീരം കൊണ്ടുപോകുമ്പോൾ കഫം കുടവ വരിഞ്ഞു കെട്ടരുതെന്ന്. മരിച്ചു കിടക്കുന്ന ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ വടിവിനോട് പോലും ആണിന് വികാരം തോന്നുന്നു. അപ്പോൾ അത് ആണിന്റെ പ്രശ്നമാണെന്ന് പറയുന്നവരോട് അങ്ങനെ വികാരം തോന്നിയില്ലെങ്കിൽ ആ ആണിനൊരു പ്രശ്നമുണ്ടെന്നാ. ഇത് ഒരു പെണ്ണിനെ നിങ്ങൾ അറിയാതെ നോക്കിയാൽ രണ്ടാമതൊരു നോട്ടം നോക്കരുതെന്നാ കണ്ണ് താഴ്ത്താനാ പറഞ്ഞത്. നിങ്ങൾ ഇവിടുത്തെ മുസ്ലിം നാമധാരികളെയും മുസ്ലിം വേഷം കെട്ടി നടക്കുന്ന പണ്ഡിതന്മാരെയും തട്ടമിട്ട് നടക്കുന്ന താത്തമാരെയും കണ്ട് ഇസ്ലാമിനെയും ഖുർആനെയും വിലയിരുത്തണ്ട. ഇങ്ങനെ കാണിച്ചു കുലുക്കി നടക്കാനൊന്നും ഖുർആനും ഇസ്ലാമും അനുവാദം നൽകുന്നില്ല. നിന്നെപ്പോലുള്ള ഒരു ചാണകസംഖി ഇസ്ലാമിനെയും ഖുർആനെയും കരിവാരിത്തേക്കാൻ ശ്രമിക്കുമ്പോൾ എന്നെപ്പോലുള്ള 1000 പേര് അതിന് പ്രതിരോധിക്കാൻ പുനർജനിക്കും. അതിപ്പോൾ 6-ാം നൂറ്റാണ്ടിൽ ബസ് കിട്ടിയാലും വേണ്ടില്ല, കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. ശുഭദിനം.